നമസ്കാരം. ഭാരതത്തോട് ഇടഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾ വരെ അവസാനം സഹായം തേടി ഇവിടേക്ക് തന്നെ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ ചൈനയും ഭാരതത്തിനോട് കരഞ്ഞ് കാല് പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെതിരെ ഇന്ത്യയുടെ പിന്തുണ തേടി ചൈന തന്നെ ഇപ്പോൾ രംഗത്തെത്തി. വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതിയുടെ നിശ്ചിത തീരുവ 104% ഉയർത്തിയിരുന്നു. ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് വർദ്ധിപ്പിച്ച് ചൈന തിരിച്ചടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് US താരിഫ് ദുരുപയോഗത്തെ ചെറുക്കുന്നതിൽ ഇന്ത്യ കൈകോർക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടത്. ചൈനയുടെ സ്ഥിരമായ സാമ്പത്തിക വളർച്ച, നവീകരണം, ശക്തമായ ഉൽപാദന അടിത്തറ എന്നിവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പോസിറ്റീവ് സ്പിൽ ഓവറുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് യൂജിങ് പറഞ്ഞു. തുടർച്ചയായി നവീകരിക്കപ്പെടുന്ന വ്യാവസായിക സംവിധാനം, ഗവേഷണ വികസനത്തിൽ സുസ്ഥിരമായ നിക്ഷേപം, നവീകരണത്തിൽ ശക്തമായ ശ്രദ്ധ എന്നിവയാണ് ചൈനീസ് ഉൽപാദനത്തിന്റെ അടിത്തറ. ലോക സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ പ്രചോദനം നൽകുന്ന സാമ്പത്തിക ആഗോളവൽക്കരണത്തിന്റെയും ബഹുരാഷ്ട്രവാദത്തിന്റെയും ഉറച്ച സംരക്ഷകരാണ് ചൈന എന്നും ഇത് പ്രതിവർഷം ശരാശരി ആഗോള വളർച്ചയുടെ 30% സംഭാവന ചെയ്യുന്നുവെന്നും യൂജിങ് കൂട്ടിച്ചേർത്തു. വികസ്വര രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും US താരിഫ് നടപടികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധങ്ങൾ പരസ്പര പൂരകവും പരസ്പര പ്രയോജനകരവുമാണെന്ന് അവർ പറഞ്ഞു. ചൈന ഇന്ത്യ സാമ്പത്തിക വ്യാപാര ബന്ധം പരസ്പര പൂരകത്വത്തിലും പരസ്പര നേട്ടത്തിലും അധിഷ്ഠിതമാണ്. രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ആഗോള ദക്ഷിണ രാജ്യങ്ങൾക്ക് വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന US താരിഫ് ദുരുപയോഗത്തെ നേരിടുമ്പോൾ രണ്ട് വലിയ വികസ്വര രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ചൈന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വ്യാപാര താരിഫ് യുദ്ധങ്ങൾക്ക് വിജയികളില്ല എന്നും എല്ലാ രാജ്യങ്ങളും വിപുലമായ കൂടിയാലോചനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് യഥാർത്ഥ ബഹുരാഷ്ട്രവാദം പ്രയോഗിക്കണമെന്നും ജിങ് പറഞ്ഞു. എല്ലാത്തരം ഏകപക്ഷീയതയെയും സംരക്ഷണവാദത്തെയും സംയുക്തമായി എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആകെ തീരുവ 104% എന്നത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ചൊവ്വാഴ്ച പ്രധാന US സ്റ്റോക്ക് സൂചികകൾ നഷ്ടം രേഖപ്പെടുത്തിയിട്ടും നിലപാടിൽ നിന്ന് ട്രംപ് പിന്മാറുന്നതിന്റെ ലക്ഷണമൊന്നുമില്ല. കമ്പനികളെ അവരുടെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ മണ്ണിലേക്ക് മാറ്റാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര ഉൽപാദനം പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് തന്റെ താരിഫ് നയത്തിന്റെ ലക്ഷ്യമെന്ന് ട്രംപ് വാദിക്കുന്നു. എന്നാൽ ഈ നീക്കം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് അമിത ഭാരം ഏർപ്പെടുത്തുമെന്നുമാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നേരത്തെ ചൈനീസ് ഇറക്കുമതിക്ക് 34% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ US ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ 34% തീരുവ ചുമത്തി ബീജിംഗ് പ്രതികരിച്ചപ്പോഴാണ് 104%ലേക്ക് ട്രംപ് കടന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.